ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? 2 ദിവസം കൊണ്ട് നോർമലാവുമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ സാവിത്രി എവിടെ? റൂമിലുണ്ടാവും. ഇല്ല, ഊണ് കഴിക്കാൻ പോയി. ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉണ്ടാവും. ഡോക്ടർ സാവിത്രി, ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് വരാൻ തുടങ്ങിയായിരുന്നു. അരവിന്ദനെ കണ്ടില്ലേ? കണ്ടു. അത് പറയാൻ വേണ്ടി തന്നെയാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അടുത്ത ജൂണിൽ പെൻഷൻ. അതിനു മുൻപ് ഇങ്ങനൊരു ബാഡ് റിമാർക്ക് കൂടി പിരിഞ്ഞു പോകുന്നോർത്ത് വിഷമം. ഈ വയ്യാവയിൽ എങ്ങനെയൊന്നും നടക്കാറായാൽ എടുത്തകത്തിടണം. പിന്നെ സർക്കാർ തൂക്കിക്കൊല്ലോ തല്ലിക്കൊല്ലോ എന്ത് വേണേ ചെയ്തിട്ട് എന്റെ തല ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഹോം മിനിസ്റ്റർ ഇന്നലെ ഡോക്ടർ സാവിത്രിയുടെ പേര് പല പ്രാവശ്യം റെഫർ ചെയ്തു. പുള്ളിക്കാൻ ഇതുവരെ ശരിക്കൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. അങ്ങേര് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ എതിർകക്ഷിയിൽപ്പെട്ട ഒരാള് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ തെറിക്കാൻ അത് മതി. വരട്ടെ. റൈറ്റ്. രാജു എപ്പോ വന്നു? കുറെ നേരമായി. അമ്മാവനകത്തുണ്ട്. ചായ അവിടെ വച്ചേക്കൂ. അമ്മാവൻ എപ്പോ വന്നു? ഒറ്റയ്ക്കാണോ? രാവിലെ വന്നതാ. അയ്യോ, ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചാൽ മതിയായിരുന്നല്ലോ. തേച്ചു കുളിപ്പിക്കും തേവാരും കഴിയട്ടെ എന്ന് വെച്ചു. എന്താ നിന്റെ ഉദ്ദേശം? ചോദിച്ചത് കേട്ടില്ലേടി? നീ എന്ത് ഭാവിച്ചോണ്ടാണെന്ന്? തന്തയെ കൊന്നെ തേച്ചു കുളിപ്പിച്ചോളാന്ന് നീ ആരോടെങ്കിലും ഏറ്റിട്ടുണ്ടോ? അവൻ നിന്റെ ആരാടി? അരവിന്ദൻ എന്റെ ആരാ? ആരുമല്ല. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. പരിക്കേറ്റ് എന്റെ മുമ്പിൽ വന്ന ഒരു പേഷ്യന്റ്, ഒരു ഹ്യൂമൻ ലൈഫ്. വേണമെന്നും വേണ്ട. നീ ഹ്യൂമൻ ലൈഫ് സേവ് ചെയ്തിട്ടുണ്ട് അവിടെ കഞ്ഞുവെക്കാൻ. മതി ഇതിന്റെ ജോലി. ഇന്ന് ഈ ജോലി രാജിവെക്കണം. അവൾക്ക് സേവ് ചെയ്യാൻ കണ്ടൊരു ലൈഫ്. പത്രത്തിൽ ഞാൻ വായിച്ചു. അരവിന്ദന്റെ നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവ് 5 മണിക്കൂർ സമയം എടുത്താണ് ഡോക്ടർ സാവിത്രി തുന്നിക്കെട്ടിയത്. ആ മുറിവ് നിന്റെ തറവാട്ട് പോയാ. കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളഞ്ഞേക്കാൻ ഞാൻ ആളയക്കുന്നത് കണ്ടതല്ലേ നീ? അവന്റെയൊക്കെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കി. മതി എന്റെ ജോലി. ലീഗൽ പ്രശ്നങ്ങളിൽ ഉണ്ടായാൽ ഞാൻ നോക്കോളാം. കെട്ടിപ്പോയി ഞെരുക്കണിയെല്ലാം. ഉണ്ണി അടുത്താഴ്ച വരും. അവനെയൊന്നും അറിയണ്ട. പറഞ്ഞു കേട്ടില്ലേ? എന്താ നോക്കി നിൽക്കുന്നേ?